ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള 4 വെറൈറ്റി സ്നാക്കുകളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 4 മണി ചായയുടെ കൂടെയും അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കുകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതും പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളതും പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മുട്ട ഇവിടെ ഹാഫാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഒരു ഭാഗത്ത് വൈറ്റ് കളറിലും ഒരു ഭാഗത്ത് നമ്മുടെ പൊട്ടാറ്റോയുടെ മിക്സുമാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പി നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട ഈ ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടുപ്പം മാറ്റി വെക്കാം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മുട്ടയുടെ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മളിവിടെ നേരത്തെ മുട്ട അടിച്ചെടുത്തിട്ടുള്ള അതേ ജാറിനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എത്രയാണോ ബാറ്റർ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഒരു 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ദോശ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്ത് ഓരോ ദോശയാക്കി എടുക്കാം. മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു 6-7 ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെയർ വേണ്ടത് അതിനനുസരിച്ചുള്ള ദോശ ചുട്ടെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് പഞ്ചസാരയും ഒരു ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തതും പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ് ഞാനിതാ ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഡിപ്പ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഓരോ ദോശയും ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ പാനിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളെ മുട്ടയുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ദോശയും എടുത്തിട്ട് ഇതുപോലെ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള എല്ലാ ദോശകളും ഇതുപോലെ എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 7 ലെയറാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. 7 ദോശയാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കസ്കസും കൂടെ ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡ് വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പാനിൽ ഒന്ന് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിലേക്ക് ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ പാകത്തിന് കുരുമുളക് പൊടിയും ഞാനിവിടെ 1/2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാലയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ മുട്ടയും അതുപോലെ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ആവശ്യം വരും കേട്ടോ. നമുക്ക് ഈ ഒരു പീസൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ഈ ഒരു മസാല ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ ഒരു പകുതി ഭാഗം വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ മസാല ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പീസ് ഉണ്ടല്ലോ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് അവിടെ തന്നെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ മാറ്റി എടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം.
ഇനി ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിന് പകരം വേണമെങ്കിൽ ബട്ടറും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു നിറച്ച് വെച്ചിട്ടുള്ള ഓരോ ബണ്ണിനും ഇതുപോലെ ഒന്ന് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മറച്ച് വെച്ച് കൊടുത്തിട്ട് സൈഡും ഒക്കെ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. കാരണം പുറം ഭാഗത്ത് മുട്ടയാണ്. അപ്പോൾ ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബണ്ണ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന കിളിക്കൂടാണ് കേട്ടോ. ഇതും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കിളിക്കൂട് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് കൂടിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലാതെ മുട്ട ഫില്ല് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കാനൊരു കുഴി വേണം കേട്ടോ നടുക്ക്. പിന്നെ അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ എടുത്തിട്ട് പരത്തി എടുത്തതിന് ശേഷം പിന്നെ മുട്ട ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മുഴുവൻ മുട്ടയും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടേനെ ഫുള്ളായിട്ട് ഈ കിഴങ്ങ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിൽ നമുക്ക് ഓരോന്നും ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേമിയത്തിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട് ഇതുപോലെ സേമിയം കൊണ്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇതുപോലെ കുഴിയായിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുട്ട ഫില്ല് ചെയ്തതും നമുക്കിതുപോലെ തന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ സേമിയം കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ സേമിയം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴിയിലായിട്ട് ഒരു മുട്ടയുടെ പകുതി ഇതുപോലെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കാടമുട്ട ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ, നന്നാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കാടമുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ മുട്ട തന്നെ ഒന്ന് പകുതി മുറിച്ച് വെച്ചിട്ട് ആ ഒരു പകുതിയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്